കോഴിക്കോട് രാമനാട്ടുകര ഫ്ലൈ ഓവർ ജംഗ്ഷൻ സമീപം ഒരാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. മരണം കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വൈദ്യരങ്ങാടി സ്വദേശിയെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം. അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. അഭിജിത്ത്, ഈ മരണം അതൊരു കൊലപാതകമാണ് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു? അവിടെ ഒരുപാട് ആളുകളൊക്കെ കൂടിയിട്ടുണ്ട് അല്ലേ? സ്മിത, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. വൈദ്യരങ്ങാടി സ്വദേശി ഇജാസാണ് ഇപ്പോൾ ഫറോക്ക് പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. ഒപ്പം മരിച്ചത്, ഇവിടെ ഈ കൊല്ലപ്പെട്ട് കിടക്കുന്നത് മലപ്പുറം കാരാട് സ്വദേശിയാണ് എന്നുള്ളൊരു വിവരം കൂടി നിലവിൽ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും പോലീസ് കൃത്യമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിൽ ഈ മരണത്തിലേക്ക്, ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു തർക്കം എന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിലേക്ക് കൂടി പോലീസ് നിലവിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏതായാലും രാവിലെയോടുകൂടിയാണ് ഇങ്ങനെ ഈ ഒരു ഒഴിഞ്ഞ പറമ്പിൽ, രാമനാട്ടുകര ഫ്ലൈ ഓവറിന് സമീപത്തുള്ള ഒഴിഞ്ഞ പറമ്പിൽ ഒരു മൃതദേഹം കാണപ്പെടുന്നത്. നാട്ടുകാർ തന്നെയാണ് പോലീസിന് വിവരം അറിയിക്കുന്നതും പിന്നീട് പോലീസ് ഇവിടേക്ക് എത്തുകയും ചെയ്തത്. മൃതദേഹത്തിൻ്റെ മുഖം വികൃതമാക്കപ്പെട്ട നിലയിലായിരുന്നു. നിലവിൽ അതൊരു കൊലപാതകമാണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു ഒഴിഞ്ഞ പറമ്പാണ്, ഇവിടെ മദ്യപാനം ഉൾപ്പെടെ നടക്കുന്നൊരു മേഖലയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ അടക്കം ഈ ഭക്ഷണാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ ഈ പ്രദേശത്ത് കാണുകയും ചെയ്യാം. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ മരിച്ചത് ഒരു കാരാട് സ്വദേശിയാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തിയത്. മലപ്പുറം കാരാട് സ്വദേശിയാണ്. ഒപ്പം വൈദ്യരങ്ങാടി സ്വദേശിയായ ഇജാസ് എന്നയാളെ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിൻ്റെ അന്വേഷണം. നിലവിൽ അയാൾ കസ്റ്റഡിയിലാവുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്തിനാണ് ഇങ്ങനെ ഒരു കൊലപാതകം നടത്തിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. പ്രാഥമികമായി പോലീസിന് ലഭിക്കുന്ന വിവരം, ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു തർക്കം അത് കൊലപാതകത്തിൽ കലാശിച്ചു എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ രാത്രി ഈ കൊലപാതകം നടന്നു എന്നുള്ളത് തന്നെയാണ് പോലീസിൻ്റെ പ്രാഥമികമായ ഒരു നിഗമനവും. ഏതായാലും കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസിന് കടക്കേണ്ടതുണ്ട്. ഫറോക്ക് പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. അഭിജിത്ത്, ഇപ്പോൾ ഈ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ള ആൾക്ക് ഇയാളുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നൊക്കെ പോലീസിന് മനസ്സിലാക്കാനായിട്ടുണ്ടോ? എന്താണ് ഇതേക്കുറിച്ച് പോലീസ് പറയുന്നത്? പ്രവിധ, ഇരുവരും സുഹൃത്തുക്കളാണ് എന്നുള്ളൊരു വിവരമാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കം അത് കൊലപാതകത്തിൽ കലാശിച്ചു എന്നുള്ളൊരു പ്രാഥമികമായ നിഗമനം പോലീസ് ഇപ്പോൾ പങ്കുവയ്ക്കുകയാണ്. ഏതായാലും അക്കാര്യത്തിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. നിലവിൽ ഈ ഇജാസിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അയാളുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയും ചെയ്യുകയാണ്. ഇയാളുടെ ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമേ കൂടുതൽ വിവരങ്ങളിലേക്ക് പോലീസിന് എത്തിച്ചേരാനായി കഴിയുകയുള്ളൂ. ഏതായാലും മരിച്ചത് ഒരു ഏകദേശം 35 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു യുവാവാണ്. കാരാട് സ്വദേശിയാണ്, മലപ്പുറം കാരാട് സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് വിവരങ്ങൾ ഉൾപ്പെടെ അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭിക്കുമെന്ന് വ്യക്തമാവുകയാണ്. നേരത്തെ ഇവിടെയുള്ള ഈ കൗൺസിലറുമായൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ഇതൊരു ഒഴിഞ്ഞ പ്രദേശമാണ്. രാവിലെ ഒന്നും വ്യത്യാസമില്ലാതെ ഇവിടേക്ക് ആളുകൾ എത്താറുണ്ട്, ഇവിടെ ഒന്നിച്ചിരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. സമീപത്ത് നിന്ന് മദ്യക്കുപ്പികളൊക്കെ നമുക്ക് കാണാനും കഴിയുന്നുണ്ട്, ഭക്ഷണാവശിഷ്ടങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് ആളൊഴിഞ്ഞൊരു സ്ഥലമാണ്. തൊട്ടടുത്തായി വീടുകളോ കെട്ടിടങ്ങളോ ഒന്നും തന്നെയില്ല. ഈ നാഷണൽ ഹൈവേയോട് ചേർന്നൊരു ഭാഗം കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ കൊലപാതകം നടന്നത്, എപ്പോഴാണ് നടന്നത് എന്നതൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത അത് അല്പസമയത്തിനകം വരും. ഈ പ്രതിയായ ഇജാസിനെ നിലവിൽ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.